പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അഖിൽ പി ധർമ്മരാജിൻ്റെ വളരെ ഫേമസ് ആയ സിനിമാറ്റിക് നോവൽ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 3-ാം ഭാഗമാണ്. ഈ നോവലിൻ്റെ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത 2 ഭാഗങ്ങളും കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. 4. ഇവളെന്താ ഇവിടെ? റിസപ്ഷനിലെ പെണ്ണിനെ ലോക്കൽ ലുക്കിൽ വീടിന് മുകളിൽ കണ്ട ഞെട്ടലോടെ റാം ചോദിച്ചു. ആ മൂദേവിയെപ്പറ്റി എൻ്റെ പട്ടി സംസാരിക്കും. രേഷ്മ വണ്ടിയുടെ മുന്നിലത്തെ ഭാഗം കൊണ്ട് ഗേറ്റ് ഇടിച്ചു തീർന്നിട്ട് അകത്തേക്ക് സ്കൂട്ടർ ഓടിച്ചു പോയി. രേഷ്മയുടെ പിന്നാലെ വെട്രിയും വീടിൻ്റെ മുന്നിലുള്ള നീളൻ കാർ ഷെഡിലേക്ക് ബൈക്ക് പാർക്ക് ചെയ്തു. ഷെഡിനുള്ളിൽ പച്ച നിറമുള്ള പഴയൊരു പ്രീമിയർ പത്മിനി കാർ കിടപ്പുണ്ടായിരുന്നു. അതിനടുത്ത് റിസപ്ഷനിലെ പെണ്ണിൻ്റെ പൂമാലയിട്ട ലൂണ സ്കൂട്ടറും. അവരിരുവരും കോലത്തിന് മുകളിലൂടെ വണ്ടി ഓടിച്ചു പോയെങ്കിലും റാം അതിൽ ചവിട്ടാതെ അകത്തേക്ക് കയറി. അപ്പോഴും അവൻ്റെ അടുത്ത നോട്ടം 2-ാം നിലയുടെ മുകളിൽ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റായ പെണ്ണിലേക്കായിരുന്നു. പാട്ടി, ആ മോട്ടോർ ഓണാക്ക്. ആ സമയത്ത് മുകളിൽ നിന്നും അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദേ സ്വിച്ച് ഇടുക. അകത്തുനിന്നും മറ്റൊരു സ്ത്രീയുടെ ശബ്ദവും മറുപടിയായി കേട്ടു. ആ മതി, ഇനി മോട്ടോർ ഓഫാക്കി ടാപ്പ് ഓൺ ചെയ്ത് വെക്ക്. ഓക്കെ ഡീൽ. ആ മറുപടിയും പറഞ്ഞുകൊണ്ട് ഒരു വയസ്സായ സ്ത്രീ വാതിലിൻ്റെ കട്ടൻ മാറ്റി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് സിറ്റൗട്ടിലെ വാഷ് ബേസിനിലെ ടാപ്പ് തുറന്നു വെച്ചു. ടാപ്പിലൂടെ കലങ്ങിയ നിറമുള്ള വെള്ളം ഒഴുകി. ഓയ് ചിന്ന പെണ്ണേ. വെട്രി അവരെ കണ്ടതും കളിയാക്കുന്ന രീതിയിൽ നീട്ടി വിളിച്ചു. റാം അവരെ അടിമുടിയൊന്ന് സ്കാൻ ചെയ്തു നോക്കി. നഴ്സറി ക്ലാസ്സിലെ പെൺകുട്ടികളെപ്പോലെ മുടി തോള് വരെ ബോയ് കട്ട് വെട്ടിയിരിക്കുന്നു. കോല് പോലുള്ള മുടിയാണെങ്കിൽ നര കയറുവാൻ ഒരു ഇഴ പോലും മിച്ചമുണ്ടായിരുന്നില്ല. മുടികൾ നര കയറിയാൽ അത്രയും വെളുക്കുമോ എന്ന് സംശയിച്ചു പോകുന്ന അത്ര വെളുപ്പു നിറം. വലിപ്പമുള്ള കണ്ണുകളിൽ കൺമഷി എഴുതി ചതുരാകൃതിയിലുള്ള ഒരു കറുത്ത ഫ്രെയിമിൽ കണ്ണാടി കൂടി വച്ചപ്പോൾ അവരെ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു. കാതുകളിൽ വലിപ്പം കുറഞ്ഞ തരത്തിലെ ജിമിക്കി കമ്മൽ തൂങ്ങിയാടി. ഇടയ്ക്കിടെ പൊക്കിക്കളിക്കുവാൻ പറ്റിയ രീതിയിലുള്ള വില്ലുപോലെ ഉയർന്ന പുരികങ്ങളും വെളുത്തു തന്നെ കാണപ്പെട്ടു. മാമ്പഴത്തിൻ്റെ മഞ്ഞ നിറമുള്ള ഒരു സാരിയായിരുന്നു വേഷം. അവർക്ക് ഏകദേശം 70 വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കുമെന്ന് റാം കണക്കുകൂട്ടി. നോട്ടത്തിൽ അല്പസ്വല്പം വ്യത്യാസമുണ്ടെങ്കിലും മുകളിൽ നിൽക്കുന്ന ആ റിസപ്ഷനിസ്റ്റ് അമ്മച്ചിയുടെ പേരക്കുട്ടിയായിരിക്കുമെന്ന് റാം ഊഹിച്ചു. പാട്ടി, മോട്ടോർ ഓണാക്ക്. മുകളിൽ നിന്നും വീണ്ടും അവളുടെ ശബ്ദം ഉയർന്നു കേട്ടു. ആനന്ദി, ഒരുപാട് ഒച്ചയിടാതെ, ആ തേനീച്ചകൾ ഇളകും. പാട്ടി തിരിച്ചു വിളിച്ചു പറഞ്ഞു. റാം നോക്കുമ്പോൾ വാതിൽക്കൽ പടർന്നു പന്തലിച്ച് തളിരിലകളുമായി നിൽക്കുന്ന ആര്യവേപ്പ് മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കൊമ്പിൽ ഒരു വലിയ തേനീച്ചക്കൂട് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അതും സാമാന്യ വലിപ്പമുള്ള തേനീച്ചകൾ. സാധാരണ ഗവൺമെൻറ് വാട്ടർ ടാങ്കുകളുടെ വശങ്ങളിലും മറ്റുമാണ് അവൻ അത്തരത്തിലുള്ളവയെ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത്. ഞാൻ ക്ഷീണിച്ചു. ഡി രേഷ്മേ, പോയി ആ മോട്ടോർ ഒന്ന് ഓണാക്കി കൊടുക്ക്. പാട്ടി അവരെ മൂവരെയും കണ്ടതും രേഷ്മയെ നോക്കി പറഞ്ഞു. അവൾക്ക് എൻ്റെ പട്ടി മോട്ടോർ ഓണാക്കി കൊടുക്കും, രേഷ്മ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. അതിന് അവൾ മാത്രമാണോടി അസത്തെ ആ ടാങ്കിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്നത്? നിൻ്റെ ആങ്ങളെയും കൂടിയല്ലേ? പാട്ടി തിരിച്ചടിച്ചു. ആ, വെറുതെ അല്ലല്ലോ, ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് മാസാമാസം 500 രൂപയും വാങ്ങിക്കുന്നില്ലേ? ഓരോ തവണയും അവൾ നിലത്തിറങ്ങി വന്ന് ഓണാക്കിയിട്ട് പോട്ടെ. വെട്രി രേഷ്മയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഇടയ്ക്ക് കയറി പറഞ്ഞു. പാട്ടി, ആ മോട്ടോർ ഒന്ന് ഓണാക്കുവോ? എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. മുകളിൽ നിന്നും അല്പം ദേഷ്യത്തിൽ അവളുടെ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടു. പാട്ടി മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ രേഷ്മയെ നോക്കി എന്തോ ചീത്ത പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് പോയി മോട്ടോറിൻ്റെ സ്വിച്ച് ഓണാക്കി. ആ, ഇനി ഓഫാക്കി ആ ടാപ്പ് തുറന്നു വയ്ക്ക്. മുകളിൽ നിന്ന് വീണ്ടും നിർദ്ദേശം കേട്ടു. അങ്ങനെ 2-3 വട്ടം ചെയ്ത ശേഷം പാട്ടി അവർക്കരികിലേക്ക് തിരിച്ചെത്തി. അല്ല, ഇതാരാ? റാമിനെ നോക്കി പാട്ടി ചോദിച്ചു. ഹാ, ഇതാണ് പാട്ടി, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ ക്ലാസ്സിലെ ആ കേരളക്കാരൻ. ഓ ശ്രീറാം, നിൻ്റെ സിനിമ സ്കൂൾ മേറ്റ്. അവർ ഓർത്തെടുത്തതുപോലെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ആരാണ്? റാം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവർ 3 പേരെയും മിഴിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടി എന്നതുപോലെ പാട്ടിയും രേഷ്മയും വെട്രിയും പരസ്പരം നോക്കി ചിരിച്ചു. ആ സമയത്ത് മുകളിൽ നിന്നിരുന്ന റിസപ്ഷനിസ്റ്റ് പെണ്ണ് താഴേക്ക് ഇറങ്ങി വന്ന് മുറ്റത്തെ പൈപ്പിൽ കാല് കഴുകുന്നത് കണ്ടപ്പോൾ വെട്രിയും രേഷ്മയും ചിരി നിർത്തി. കാലും കൈയും വൃത്തിയാക്കിയ ശേഷം ആരെയും ശ്രദ്ധിക്കാതെ പുറത്തെ അയയിൽ നിന്നും ഒരു മെറൂൺ നിറമുള്ള ടവലും എടുത്ത് പുറത്തുള്ള ബാത്റൂമിൽ കയറി അവൾ വാതിലടച്ചു. മൂദേവി. രേഷ്മ വീണ്ടും പറഞ്ഞു. പോടി അസത്തെ. റാം ഇരിക്ക്, ഞാൻ ഇത്തിരി കോഫി എടുക്കാം. രേഷ്മയ്ക്കിട്ട് ഒരു നുള്ളും കൊടുത്തിട്ട് പാട്ടി അകത്തേക്ക് നടന്നു പോയി. ഇനിയെങ്കിലും പറയുവോ ഇവിടെ എന്തായി നടക്കുന്നതെന്ന്? ഈ റിസപ്ഷനിലെ പെണ്ണെന്താ ഇവിടെ? ഈ അമ്മച്ചി ഏതാ? പാട്ടി അകത്തേക്ക് പോയതും റാം അക്ഷമനായി ചോദിച്ചു.
ആദ്യം നീ ഇവിടെ ഇരിക്ക്. രേഷ്മ അവനെ സിറ്റൗട്ടിൽ കിടന്നിരുന്ന കസേരയിലേക്ക് പിടിച്ചിരുത്തി. റാം, ഈ പാർട്ടിയുടെ പേരാണ് കൊലഞ്ചിയമ്മാൾ. ഇത് അവരുടെ വീടാണ്. ഇവിടെയാണ് ഇവൻ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നത്. ഈ വീട് വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയിട്ട് അധികം വർഷമായിട്ടില്ല. പാർട്ടിയുടെ ആദ്യത്തെ വാടക ബാച്ച് ഇവനും ഇവളുമാണ്. മുകളിലത്തെ 2 മുറികളിൽ ഒന്നിൽ ആ മൂദേവി താമസിക്കുന്നു, ഒന്നിൽ ഈ മണ്ടനും. പിന്നെ പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ആ പെണ്ണും പേയിങ് ഗസ്റ്റാണോ? രേഷ്മ പറയുന്നതിനിടയിൽ റാം ആകാംക്ഷയോടെ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഞാൻ മുഴുവൻ പറയട്ടെ റാം. പാർട്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ പാർട്ടിക്ക് മക്കളില്ല. 4 കൊല്ലം മുൻപ് ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയ ശേഷം പാർട്ടിയും ഈ വീടും മാത്രമായി. പാർട്ടിയോട് പലരും സ്വന്തം നാടായ തഞ്ചാവൂരിലേക്ക് തിരിച്ചു പോകുവാൻ പറഞ്ഞെങ്കിലും പാർട്ടി അത് കൂട്ടാക്കിയില്ല. 70s താത്തായ്ക്ക്, അതായത് ഭർത്താവിന്, ഗവൺമെൻറ് ജോലി കിട്ടിയപ്പോൾ താത്തായോടൊപ്പം മദ്രാസ് പട്ടണത്തിലേക്ക് വന്നെത്തിയതാണ് പാർട്ടി. പിന്നീട് താത്തായുടെ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച് രണ്ടാളും കൂടി ആശിച്ച് കെട്ടിയതാണ് ഈ വീട്. പുള്ളിക്കാരനും ഒന്നിച്ച് ഇത്രയും കാലം ജീവിച്ച ഈ വീട്ടിൽ കിടന്ന് തന്നെ താനും മരിക്കുമെന്നാണ് പാർട്ടിയുടെ ശബ്ദം. മരിച്ചാൽ താത്തയുടെ ആ കിടക്കുന്ന പഴഞ്ചൻ പത്മിനി കാറിലെ ചുടുകാട്ടിലേക്ക് ബോഡി കൊണ്ടുപോകാവൂ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടിയാണ് ആ കാർ ഇപ്പോഴും സർവീസൊക്കെ ചെയ്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഞാനും ഇവനും ഒരുപാട് തവണ ആ കാർ ഒന്ന് ഓടിച്ചു നോക്കാനായി ചോദിച്ചതാണ്. പക്ഷേ ആ തള്ള തരില്ല. അവരോട് ഒപ്പം വരാൻ പറഞ്ഞാൽ കേൾക്കുകയുമില്ല. ഇനി മരിച്ച ശേഷം മാത്രമേ അതിനുള്ളിൽ കയറൂ എന്നാണ് പാർട്ടിയുടെ അടുത്ത ശബ്ദം. താത്തയുടെ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് പാർട്ടിയുടെ ചിലവുകൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ വീടിനുള്ളിൽ വേലക്കാരെ ആരെയും വയ്ക്കുന്നത് കക്ഷിക്ക് ഇഷ്ടവുമല്ല. ഭക്ഷണമെല്ലാം തനിയെ ഉണ്ടാക്കും. പോരാത്തതിന് രാവിലെ മുതൽ രാത്രി വരെ പല പല വെറൈറ്റി മധുര പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആദ്യം അടുത്തുള്ള പിള്ളേർ സെറ്റിനൊക്കെ വിളിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ബേക്കറിക്കാർ തിരക്കി വന്നു തുടങ്ങി. ഇവിടെ അടുത്തുള്ള ബേക്കറികളിലൊക്കെ കിട്ടുന്ന വെറൈറ്റി സ്വീറ്റ്സൊക്കെ പാർട്ടിയുടെ പരീക്ഷണ വിജയങ്ങളാണ്. അതിനിടയിലാണ് ആരോ ഉപദേശിച്ചു കൊടുത്തത്, ഒറ്റയ്ക്ക് താമസിച്ചിട്ട് വല്ലതും സംഭവിച്ചു പോയാൽ ആരെങ്കിലും അറിയുമോ എന്നൊക്കെ. അങ്ങനെയാണ് മുകളിലത്തെ നിലകൾ വാടകയ്ക്ക് കൊടുക്കാൻ കക്ഷി തീരുമാനിച്ചതും. ഏതോ ബ്രോക്കർ മുഖേനയാണ് ആ ആനന്ദി ഇവിടേക്ക് വന്നത്. അവൾ ഈ നാട്ടിൽ വന്നത് തന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വന്ന ആദ്യത്തെ ആഴ്ച തന്നെ നമ്മുടെ കോളേജിലെ റിസപ്ഷൻ ജോലി അവൾ ഒപ്പിച്ചെടുത്തു. എന്നിട്ടും സൈഡായി പണം ഒപ്പിക്കാൻ വേണ്ടി മുകളിലത്തെ അടുത്ത മുറി വാടകയ്ക്ക് കൊടുക്കുന്ന പരസ്യം അവൾ ഓൺലൈൻ സൈറ്റിലിട്ടു. അത് കണ്ട് അവളെ കോൺടാക്റ്റ് ചെയ്തതാണ് വെട്രി ഇവിടേക്ക് എത്തിയത്. അതിൻ്റെ പേരിൽ വെട്രിയുടെ കയ്യിൽ നിന്നും പാർട്ടിയുടെ കയ്യിൽ നിന്നും ഓരോ മാസത്തെ വാടക തുക അവൾ കമ്മീഷനായി ചോദിച്ചു. പാവം പാർട്ടി അത് കൊടുത്തു. വെട്രിയാണെങ്കിൽ പാർട്ടി കമ്മീഷൻ കൊടുത്തത് അറിഞ്ഞതുകൊണ്ട് അവൾക്ക് കാശൊന്നും കൊടുക്കാൻ പോയില്ല. അന്ന് മുതൽ അവനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എങ്ങനെയും വെട്രിയെ ഇവിടുന്ന് കെട്ടിക്കുവാൻ വേണ്ടി നടക്കുക. അതാകുമ്പോൾ അടുത്തയാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ കമ്മീഷൻ കാശ് കൂടി കിട്ടുമല്ലോ. 1.5 കൊല്ലമായി കാണും ആ മൂദേവി ഇവിടെ വന്നിട്ട്. തൊട്ടു പിന്നാലെയാണ് മധുരയിൽ നിന്നും സിനിമയെന്നും പറഞ്ഞ് വെട്രിയും ചെന്നൈക്ക് വരുന്നത്. അവളാണെങ്കിൽ പാർട്ടിയെ പാർക്കിലും മാളിലും ബീച്ചിലുമൊക്കെ കൊണ്ടുപോയി മയക്കി വെച്ചേക്കുക. അതിനിടയിൽ തരം കിട്ടുമ്പോഴൊക്കെ ഇവനിട്ട് പല പണികളും വെക്കാറുമുണ്ട്. പിന്നെ ഒരു സമാധാനം എന്തെന്ന് വെച്ചാൽ അവൾ വെട്രിയെ പറ്റി എന്ത് കുറ്റം പറഞ്ഞു കൊടുത്താലും പാർട്ടി എത്ര കാര്യമാക്കാറില്ല. എന്നെയും ഇവനെയും വലിയ കാര്യമാണ് പാർട്ടിക്ക്. പക്ഷേ അവൾ ഫ്രോഡാണ്. കാശിന് വേണ്ടി എന്ത് വേണേലും ചെയ്യും. ബാക്കി ഞാൻ പറയാം. വെട്രി രേഷ്മയെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പിച്ചു. മച്ചാ, ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ഇവിടെ മുറ്റമടിക്കാനും കോലം വരയ്ക്കാനുമെല്ലാം ഒരു സാധു സ്ത്രീ വരുമായിരുന്നു. അവരെ അവൾ പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ വാട്ടർ ടാങ്ക് കഴുകാനും ഒരാൾ വന്നുകൊണ്ടിരുന്നതാണ്. അയാളെ അവൾ പറഞ്ഞു വിട്ടു. എന്നിട്ട് ആ പണികൾ രണ്ടും അവൾ അങ്ങ് ചെയ്തു തുടങ്ങി. എന്നിട്ട് വാടക ഇനത്തിൽ അതിൻ്റെ കൂലി കുറച്ചേ പാർട്ടിക്ക് കൊടുക്കൂ. സത്യം പറഞ്ഞാൽ അവളിവിടെ ഓസിന് ജീവിക്കുന്നു. രേഷ്മ കൂട്ടിച്ചേർത്തു. റാം, ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. ഇവർക്ക് രണ്ടാൾക്കും അവളോട് കടുത്ത അസൂയയാണ്. പാർട്ടി 3 കപ്പുകളിലായി കോഫിയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ശേഷം 3 ആൾക്കും കോഫി കപ്പ് കൊടുത്തുകൊണ്ട് തുടർന്നു. അവൾ നല്ലൊരു പെൺകുഞ്ഞ, സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവൾ. ഒരു ബ്രോക്കർ വഴിയാണ് 1 കൊല്ലം മുമ്പ് അവൾ ഇവിടേക്ക് വന്നത്. വീട് വാണിയമ്പാടി എന്ന ഗ്രാമത്തിലാണ്. സത്യത്തിൽ അവൾ വന്നതിന് ശേഷമാണ് ഞാൻ ജീവിതം വീണ്ടും ആസ്വദിച്ചു തുടങ്ങിയത്. ഇവരെ രണ്ടാളെയും പോലെയല്ല. സമയം കിട്ടുമ്പോഴെല്ലാം എന്നെ അവൾ പുറത്തൊക്കെ കൊണ്ടുപോകും. ഇവനും ഇവൾക്കും ദേഷ്യം എന്തെന്നാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഫിലിം സ്കൂളിൽ ഇവർക്ക് രണ്ടാൾക്കും അഡ്മിഷൻ കിട്ടാനായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ അവളോട് ഇവർ പറഞ്ഞു. അതും പെട്ടെന്നൊരു ദിവസം അവളോട് വലിയ അടുപ്പമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു നാടകത്തിലൂടെ. അവൾ അപ്പോഴേ ഇവരോട് നോ പറഞ്ഞു. അതാണ് ഇവർക്ക് അവളോട് ഇത്രയും ദേഷ്യം. പാർട്ടിയുടെ സൈഡ് പറഞ്ഞു. സാധാരണ നോ അല്ല മച്ചാ, നിനക്കൊക്കെ നാണമില്ലേ?
കുറുക്ക് വഴിയിലൂടെ ഓരോന്നും നേടാൻ നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഈ ജന്മത്ത് അവിടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. ആങ്ങളെയും പെങ്ങളും കൂടി ഒരു നാണവുമില്ലാതെ കാര്യം സാധിക്കാൻ വേണ്ടി നാടകവുമായി വന്നേക്കുന്നു. ഇത്രയും നീണ്ട നോ. വെട്രി ആ സന്ദർഭം ഓർമ്മിച്ചെടുത്തു. എന്നിട്ടെന്താ, ആ വാശിക്ക് രണ്ടാളും അവിടെ തന്നെ അഡ്മിഷൻ എടുത്തില്ലേ? അവളെ കൊണ്ട് ഗുണമല്ലേ ഉണ്ടായത്? പാട്ടി ആവേശത്തോടെ പറഞ്ഞു. അയ്യടി, ആ മൂദേവിയെ ഒരുപാട് വൈറ്റ് വാഷ് അടുപ്പിക്കല്ലേ കളവി. ഞങ്ങളുടെ ചിറ്റപ്പൻ ADMK പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്കിവിടെ അഡ്മിഷൻ കിട്ടി. അത് കേട്ടതും റാം അമ്പരപ്പോടെ അവരെ ഇരുവരെയും നോക്കി. ഓഹോ, അപ്പോൾ രണ്ടാളും റെക്കമെൻഡേഷൻ കോട്ടയാണല്ലേ. കൊള്ളാലോ ആങ്ങളെയും പെങ്ങളും, റാം അവരെ കളിയാക്കും പോലെ പറഞ്ഞു. ആ സമയത്ത് ആനന്ദി കുളി കഴിഞ്ഞിറങ്ങി ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ടവൽ അയയിൽ വിരിച്ച ശേഷം അവൾ മുകളിലേക്ക് ധൃതിയിൽ പടികൾ കയറിപ്പോയി. ഇവൾക്ക് എന്താണ് എപ്പോഴും ഇത്ര ധൃതി? കോളേജിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ചതുപോലെയാണ് വണ്ടിയിൽ പോകുന്നത് കണ്ടത്. റാം അവളുടെ ആ പോക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ഒരു നിമിഷം വെറുതെ ഇരിക്കില്ല റാം. കാശ് കാശ് കാശ്, അത് മാത്രമാണ് അവളുടെ ചിന്ത. ഫ്ലാറ്റ് വിൽക്കും, സ്ഥലം വിൽക്കും, പച്ചക്കറിയും പൂവുമൊക്കെ ലേലത്തിൽ പിടിച്ച് ചെറുകടകൾക്ക് വിൽക്കും. വാഹനങ്ങൾ ഉൾപ്പെടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെയും ബ്രോക്കർ പണികൾ ചെയ്യും. ചെന്നൈയിൽ ഒരാൾക്ക് എന്തൊക്കെ ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കാമോ ആ വഴിയിലൂടെ എല്ലാം അവൾ സമ്പാദിക്കും. പോരാത്തതിന് മുടിഞ്ഞ പിശുക്കും. റാം അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടിട്ടുണ്ടോ? എവിടെ നിന്നോ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാ. റബ്ബർ ബാൻഡൊക്കെ ചുറ്റിക്കെട്ടിയ ഒരു കീപാഡ് മൊബൈലാണ്. നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ ആരെങ്കിലും ഈ കാലത്ത് അതൊക്കെ ഉപയോഗിക്കുമോ? 2500 രൂപ കൊടുത്താൽ ഒരു ടച്ച് ഫോൺ കിട്ടില്ലേ? പിന്നെ ആ പൊട്ട ലൂണ വണ്ടി, അത് കണ്ടാൽ ഓടുമെന്ന് ആരെങ്കിലും പറയുമോ? എന്നിട്ട് അതിൽ പൂമാലയും ഇട്ട് വച്ചേക്കുന്നു. രേഷ്മ കാർ ഷെഡിലിരിക്കുന്ന ആനന്ദിയുടെ ലൂണയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് പിശുക്കൊന്നുമില്ല. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റി ഓരോ ബിസിനസ് നടത്താനുള്ള അടവ. കാണാൻ അല്പസ്വല്പം ഭംഗിയൊക്കെയുള്ള ഒരുത്തി ഇമ്മാതിരിയൊക്കെ നടന്നാൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം. ഇവൾ ഉറപ്പായും MBA പഠിച്ചിട്ടുണ്ട്, വെട്രി പറഞ്ഞു. വെട്രിയും രേഷ്മയും ആനന്ദിയെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ റാം മാറി മാറി കേട്ടുകൊണ്ടിരുന്നു. പാട്ടി നീയൊക്കെ എന്ത് വേണേലും പറഞ്ഞു എന്ന ഭാവത്തിൽ പുറത്തേക്ക് നോക്കി അവരെ ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്നു. നിങ്ങൾ നോക്കിക്കോ തള്ളേ, ഒരു ദിവസം നിങ്ങളെ തല്ലിക്കൊന്ന് ഈ വീടും കൊള്ളയടിച്ചിട്ട് അവൾ ഒരു പോക്കങ്ങ് പോകും. രേഷ്മ പാട്ടിയുടെ ആ ഇരിപ്പ് കൊണ്ട് കൂട്ടിച്ചേർത്തു. ആ സമയത്ത് ആനന്ദി മുകളിൽ നിന്നും ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. മഞ്ഞ നിറത്തിലെ കുർത്ത മോഡൽ ചുരിദാറായിരുന്നു വേഷം. പാട്ടി കൃത്യം 9 മണി. അവൾ തിരികെ വരുന്ന സമയം പറഞ്ഞിട്ട് അതിവേഗത്തിൽ ലൂണ ഓടിച്ച് പുറത്തേക്ക് പോയി. റാം വാച്ചിലേക്ക് നോക്കുമ്പോൾ സമയം 5 മണിയാകുന്നു. അയ്യോ, ലേറ്റായി, വാ നമുക്കും പോകാം. അവൻ ധൃതി കൂട്ടി. ശനിയാഴ്ച ഇങ്ങോട്ട് വരുവോ? രേഷ്മയും കാണും, നല്ല ഫുഡ് കഴിക്കാം. അവനും രേഷ്മയും ഇറങ്ങാൻ നേരത്ത് പാട്ടി റാമിനോട് ചോദിച്ചു. തീർച്ചയായും വരാം പാട്ടി, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെട്രിയോടും പാട്ടിയോടും ബൈ പറഞ്ഞ് അവരിരുവരും പുറത്തേക്ക് വണ്ടിയോടിച്ചു പോയി. 2 റാമായിരുന്നു വണ്ടിയോടിച്ചിരുന്നത്. റോഡിൽ നല്ല തിരക്കുള്ളതിനാലും ചെന്നൈയിലെ റോഡുകൾ അത്ര പരിചയമില്ലാത്തതിനാലും തീരെ പതിയെയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴും രേഷ്മ പിന്നിലിരുന്ന് അവന് വഴി പറഞ്ഞു കൊടുത്തു. ഗിണ്ടി കഴിഞ്ഞുള്ള ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തി പച്ച സിഗ്നൽ വരുവാനായി കാത്തിരുന്ന റാം ഒരു കാഴ്ച കണ്ടു. ആനന്ദിയുടെ വണ്ടി അപ്പോൾ ഗ്രീൻ സിഗ്നൽ കിട്ടിയ റോഡിലൂടെ വളരെയധികം സാവധാനത്തിൽ കടന്നു പോകുന്നു. ആനന്ദി ദേവിമാരുടെ കണക്കെ തലയിൽ ഒരു കിരീടം വച്ചിരിക്കുന്നതിനോടൊപ്പം തുമ്പിക്കൈ വണ്ണത്തിലുള്ള ഒരു റോസാപ്പൂമാലയും കഴുത്തിലിട്ടിരിക്കുന്നു. വണ്ടിയുടെ മുന്നിലായി അവൾക്കൊപ്പം ഉയരമുള്ള ഒരു വലിയ നിലവിളക്ക് അവളുടെ തോളിലേക്ക് ചാരി വച്ചിരിക്കുന്നു. വണ്ടിയുടെ പിന്നിലേക്ക് നീളത്തിൽ വണ്ടിക്ക് സമാന്തരമായി ഇരുവശത്തേക്കും ഇടത്തരം വലിപ്പമുള്ള വാഴത്തൈകൾ കെട്ടിവച്ചിരിക്കുന്നു. അവയുടെ ഇലകൾ പത്രപ്പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും പകുതിയോളം പുറത്തേക്ക് നീണ്ടു കിടപ്പുണ്ടായിരുന്നു. പിൻസീറ്റിൽ കയറുകൊണ്ട് കെട്ടിയ തരത്തിൽ 2 വാഴക്കുലകളും അതിനു മുകളിൽ ഒരു കുട്ടയും കയറ്റി വച്ചിട്ടുണ്ട്. വണ്ടിയുടെ പിൻവശത്തെ കമ്പിയിൽ 2 കുല കരിക്ക് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ആനന്ദിയുടെ വണ്ടി കടന്നു പോകുന്ന വഴിയിൽ നിന്നിരുന്ന ട്രാഫിക് പോലീസുകാരനുൾപ്പെടെ റോഡിൻ്റെ വശങ്ങളിൽ നിന്നിരുന്നവരും റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന മറ്റു വാഹനങ്ങളിലെ ആളുകളും അവർ കടന്നു പോയപ്പോൾ ആശ്ചര്യത്തോടെ അവളെയും വണ്ടിയെയും മാറി മാറി നോക്കി. രേഷ്മേ, നോക്ക് നോക്ക്, ദേ ആനന്ദി പോകുന്നു. റാം അവളെ തട്ടി വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. കിരീടവും മാലയും നിലവിളക്കും വാഴയുമൊക്കെയായി റോഡിലൂടെ പോകുന്ന അവളെയും കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന പരിസരത്തെയും ആളുകളെയും കണ്ട് രേഷ്മ വാപൊളിച്ചു പോയി. അവളുടെ തൊലിക്കെട്ടി സമ്മതിക്കണം, റാം ആശ്ചര്യത്തോടെ പറഞ്ഞു. 5 റാം തിരികെ ഫ്ലാറ്റിലെത്തുമ്പോൾ കിരൺ പതിവ് പോലെ ബാൽക്കണിയിൽ പരിസര നിരീക്ഷണത്തിലും ബിനീഷേട്ടൻ മുറിയിലിരുന്ന് എന്തോ ഓൺലൈൻ ജോലികൾ ചെയ്യുകയുമായിരുന്നു. അവൻ നാട്ടിലേക്ക് വിളിച്ച് അമ്മയോട് അല്പനേരം സംസാരിച്ച ശേഷം ഫ്രഷ് ആകുവാൻ ബാത്റൂമിലേക്ക് കയറി. രാത്രിയിൽ ഹാളിലായി നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റാം പാട്ടിയെപ്പറ്റിയും ആനന്ദിയെപ്പറ്റിയുമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ആ ചേച്ചി എന്തിനായിരിക്കും കിരീടവും വാഴയും നിലവിളക്കും ഒക്കെയായി പോയത്?
കിരൺ സംശയത്തിൽ ചോദിച്ചു. അവൾ എല്ലാ പരിപാടിയും പിടിക്കുമെന്നല്ലേ പറഞ്ഞത്? ഈ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായതുപോലുള്ള ചെറിയ ചടങ്ങിൻ്റെ വല്ല പരിപാടിയും പിടിച്ചതാവും, വിനീഷേട്ടൻ പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് ആ വാഴകളെ പറ്റിയാണ്. എന്തിനാണ് മണ്ണിൽ നിന്നും അവയെ പിഴുതെടുത്ത് വല്ല ഓഡിറ്റോറിയത്തിൻ്റെ മുൻപിലോ വീട്ടുമുറ്റത്തോ ഒക്കെ കൊണ്ടുപോയി വയ്ക്കുന്നത്? കിരൺ തൻ്റെ ആശങ്ക ഉന്നയിച്ചു. ഹോ, നിന്റെ അച്ഛന് അന്ന് രാത്രി ഒരു വാഴ വച്ചാൽ പോരായിരുന്നോ? വിനീഷേട്ടൻ നിർവികാരനായി പറഞ്ഞു. എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ ആംഗിൾ കണ്ടുപിടിക്കുന്ന നിന്റെ കാഴ്ചപ്പാട് അപാരം തന്നെ കിരണേ, റാമും അവനെ പരിഹസിച്ചു. മാതാപിതാക്കളുടെ കാമത്തെ വാഴകൃഷിയുമായി കൂട്ടി വായിക്കുന്ന പരിഷ്കൃത സമൂഹത്തോട് എനിക്ക് പുച്ഛമാണ്. അൻപില്ലാത്തവനോട് തുമ്പ് കെട്ടിയത് അറിവില്ലാത്തവൻ്റെ ഭോഷത്വം. അച്ഛനെ കുത്തിയ കാള ചെറുക്കനെയും കുത്തും. അത് പറഞ്ഞിട്ട് ആഹാരം കഴിച്ച പ്ലേറ്റും എടുത്ത് കിരൺ അടുക്കളയിലേക്ക് നടന്നുപോയി. അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് വിനീഷേട്ടനും റാമും പരസ്പരം നോക്കി കണ്ണു മിഴിച്ചു. ഏകദേശം 10 മണിയായപ്പോഴേക്കും മൂവരും ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ഗിണ്ടിയിൽ നിന്നും റാം ട്രെയിൻ കയറി കോളേജിലേക്ക് പോകുന്ന വഴിക്ക് തലേന്ന് കണ്ട അതേ ഹിജഡ അവൻ കയറിയ അതേ കമ്പാർട്ട്മെൻറ്റിലെ ആളുകളോട് പണവും ചോദിച്ച് നടപ്പുണ്ടായിരുന്നു. റാം അവരെ കണ്ട മാത്രയിൽ കൈപ്പിടിയിൽ തൂങ്ങി നിൽക്കുന്ന മറ്റൊരാളുടെ പിന്നിലേക്ക് മറിഞ്ഞു നിന്നു. പക്ഷെ കൃത്യമായി അവർ റാമിനെ കണ്ടുപിടിച്ചു. കണ്ണാ, നീയാ, കാസുകൊട്, നിലത്തേക്ക് നോക്കി നിന്നിരുന്ന റാമിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. എന്നിട്ടും അവൻ അവരെ നോക്കാതെ നിലത്തേക്ക് തന്നെ നോക്കി നിന്നു. പക്ഷേ അവർ വിടാൻ മട്ടില്ലാത്ത രീതിയിൽ വീണ്ടും വീണ്ടും അവനെ തൊടുകയും മുടിയിൽ തലോടുകയും ഒക്കെ ചെയ്തു. ആളുകൾ പലരും ചിരിച്ചു തുടങ്ങിയപ്പോൾ റാം അവരെ ദേഷ്യത്തിൽ നോക്കി. കാശ് തരാൻ പറ്റില്ല, പോയിട്, അവൻ കടുപ്പത്തിൽ പറഞ്ഞു. എങ്കിൽ ഞാൻ വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവർ അരോചകമായ രീതിയിൽ അവൻ്റെ കാതുകൾക്കരികിൽ കൈവെള്ളകൾ തമ്മിൽ കൂട്ടിയിടിച്ച് തുടരെ ശബ്ദമുണ്ടാക്കി. ചുറ്റുമുള്ളവർ കാഴ്ചക്കാരെ പോലെ മാറി മാറി നോക്കി. ആരും ഒന്നും തന്നെ മിണ്ടിയില്ല. എല്ലാവരുടെയും മുഖത്ത് അവനായി, അവൻ്റെ പാടായി എന്ന ഭാവമായിരുന്നു. കണ്ണാ, കാശ് താടാ. അവർ വീണ്ടും റാമിൻ്റെ ശരീരത്തിൽ തഴുകിയപ്പോൾ അവൻ അവരുടെ കൈ പിടിച്ച് ഒരൊറ്റ തിരി കൊടുത്തു. അതുവരെ തമാശ രീതിയിൽ നിന്നിരുന്ന അവരുടെ മുഖം പെട്ടെന്ന് മാറി. കാശ് താടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറി വാചകം കൂടി ചേർത്തു. അവർ റാമിലേക്ക് അല്പം കൂടി കയറി നിന്നു. അതോടൊപ്പം അവൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു. അവരുടെ ശരീരത്തിലെ മഞ്ഞളിൻ്റെയും മുല്ലപ്പൂ മണമുള്ള പെർഫ്യൂമിൻ്റെയും ഗന്ധം അവൻ്റെ നാസാദ്വാരങ്ങളിലേക്ക് അടിച്ചു കയറി. ഒപ്പം ചുറ്റുമുള്ളവരുടെ നോട്ടം കൂടിയായതും റാമിന് തൻ്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി. ഞാനൊരു സ്റ്റുഡൻ്റാണ്, ദിവസവും പൈസ തരാൻ എൻ്റെ കയ്യിലില്ല, അവൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ആളുകളൊക്കെ നോക്കുന്നു, ഇന്ന് നീ എനിക്ക് കാശ് തന്നേ പറ്റൂ, അവർ വിടാൻ ഭാവമില്ലാത്ത മട്ടിൽ വീണ്ടും പറഞ്ഞ ശേഷം അവൻ്റെ ചെവിയുടെ അരികിലായി കൈവെള്ളകൾ തട്ടി ഒരിക്കൽ കൂടി ശബ്ദമുണ്ടാക്കി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ, കാശ് തരാൻ പറ്റില്ല, പോ. അവൻ അങ്ങനെ തീർത്തു പറഞ്ഞതും അവർ റാമിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. റാം അവരെ പിടിച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അവനേക്കാൾ കൂടുതൽ ശക്തി ഉണ്ടായിരുന്നു. അവൻ്റെ പോക്കറ്റിലാണെങ്കിൽ 100 രൂപയുടെ ഒറ്റ നോട്ട് മാത്രമായിരുന്നു മിച്ചമുണ്ടായിരുന്നത്. റാമിന് അത് വലിയൊരു തുകയായിരുന്നതിനാൽ അവനും ആ പണം വിട്ടുകൊടുത്തില്ല. അവർ തമ്മിൽ പിടിവലി നടക്കുന്ന സമയത്ത് ട്രെയിൻ കോടമ്പാക്കം റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നു. അതോടൊപ്പം ആ സ്ത്രീയുടെ മുതുകിലായി പടക്കം പൊട്ടുന്നത് പോലുള്ള ഒരു ശബ്ദവും ഉയർന്നു കേട്ടു. റാം നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ അവരെ ലാത്തിക്കടിച്ചതാണ്. പിടിവലിയിൽ ഷർട്ടിൻ്റെ പോക്കറ്റ് കീറുകയും അവൻ്റെ പോക്കറ്റും 100 രൂപയും സ്ത്രീയുടെ കയ്യിലാകുകയും ചെയ്തിരുന്നു. അടി കിട്ടിയ മാത്രയിൽ അവർ പുളഞ്ഞുകൊണ്ട് ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ഓടി. പോലീസുകാരൻ അവരുടെ പിന്നാലെ ചെന്ന് ലാത്തിക്ക് വീണ്ടും ശക്തിയിൽ അടിക്കുകയും അവർ പ്ലാറ്റ്ഫോമിൽ ഉരുണ്ടു വീഴുകയും ഒക്കെ ചെയ്യുന്നത് വാതിലിലൂടെ തലയിട്ടുകൊണ്ട് റാം കണ്ടു. അപ്പോഴേക്കും 1 മിനിറ്റത്തെ നിർത്തിയിടലിന് ശേഷം ട്രെയിൻ മുന്നോട്ടെടുത്തിരുന്നു. പോലീസുകാരൻ തിരിഞ്ഞുകൊണ്ട് റാമിനോട് ഇറങ്ങാൻ പറഞ്ഞെങ്കിലും റാം തല അകത്തേക്ക് വലിച്ചു കളഞ്ഞു. നോക്കുമ്പോൾ ട്രെയിനിലെ എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവൻ ചമ്മലോടെ തൻ്റെ തല കുനിച്ചു വെച്ച് അടുത്ത സ്റ്റേഷനായ നുങ്കമ്പാക്കത്ത് എത്തും വരെ ഒരു വിധത്തിൽ തൻ്റെ മുഖം മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു പിടിച്ചു. 9:30 അത് ശ്രദ്ധിക്കാതെ റാം ഒരു കടയിൽ കയറി വെള്ളം കുടിച്ച് അല്പസമയം കടയിലിരുന്ന് മനസ്സ് ശാന്തമാക്കിയ ശേഷമാണ് കോളേജിലേക്ക് പോയത്. 2 കല്ല് പാകിയ ഇടനാഴികളിൽ നിന്നും ഫിലിം മേക്കിംഗ് ക്ലാസ്സിലേക്ക് നടക്കുന്ന കെട്ടിടത്തിലേക്കുള്ള പടികൾ നടന്നു കയറുമ്പോൾ റിസപ്ഷനിൽ ആനന്ദി ഇരിപ്പുണ്ടായിരുന്നു. എങ്ങോട്ട് പോകുന്നു? രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ അച്ഛനമ്മമാർ ചോദിക്കുന്നത് പോലെ അവൾ ചോദിച്ചു. അല്പം ലേറ്റായിപ്പോയി, ഇനി ആവർത്തിക്കില്ല. എന്താണെങ്കിലും ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല. ഐ ആം റിയലി സോറി, ഇനി ലേറ്റാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അവൻ അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞിട്ട് മുകളിലേക്കുള്ള പടികൾ കയറുവാൻ തുടങ്ങി. പോകാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടതും റാം സകല ദേഷ്യത്തോടെയും അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. നിന്റെ തന്തയല്ല എനിക്ക് പഠിക്കാൻ കാശ് തരുന്നത്, അത് എൻ്റെ തന്തയാണ്. 10 മിനിറ്റ് വൈകിയാൽ ക്ലാസ് മനസ്സിലാവാതിരിക്കാനായിട്ട് മുകളിൽ കണക്ക് ക്ലാസ്സുമല്ല നടക്കുന്നത്. അത് കേട്ടതും അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സ്റ്റെപ്പിൽ കയറി വട്ടം നിന്നു.
പ്രിൻസിപ്പാളിൻ്റെ ഓർഡർ 9:30 കഴിഞ്ഞാൽ ആരെയും മുകളിലേക്ക് കയറ്റി വിടരുതെന്നാണ്. ഇന്നെന്തായാലും നീ ക്ലാസ്സിൽ കയറില്ല. അത് പറഞ്ഞു തീർന്നതും റാം അവളെ പിടിച്ച് ഒരൊറ്റ ഉന്തു കൊടുത്തു. എന്നിട്ട് മുകളിലേക്ക് കയറിപ്പോയി. ആനന്ദി തെറിച്ച് നിലത്തേക്ക് വീണു. അവൻ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ശിവസാർ ക്ലാസ് തുടങ്ങിയിരുന്നു. അയാൾ അവനെ അകത്തേക്ക് വിളിച്ചപ്പോൾ അവൻ സാറിനെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് നടന്ന സംഭവങ്ങൾ അയാളോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ടതും അയാൾ അവനെ ആശ്വസിപ്പിച്ച് ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തി. വെട്രിയും രേഷ്മയും ഇടയ്ക്കിടെ തോണ്ടി എന്തു പറ്റിയെന്ന് അവനോട് ചോദിച്ചെങ്കിലും അവൻ ക്ലാസ്സിൽ മോഹനായി തന്നെ ഇരുന്നു. അല്പം കഴിഞ്ഞതും ആനന്ദി ക്ലാസ്സിലേക്ക് കയറി വന്നു. ശ്രീറാമിനെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. എന്താ കാര്യം? ശിവസാർ തിരക്കി. അറിയില്ല. എങ്കിൽ ഞാനും വരാം, അയാൾ പറഞ്ഞു. റാം ആനന്ദിയെ വിദ്വേഷത്തോടെ നോക്കി. എന്നിട്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ചെന്നു. പ്രിൻസിപ്പാൾ ശ്രീനിവാസിൻ്റെ റൂമിൽ നിൽക്കുമ്പോൾ റാം ഒന്നും തന്നെ ശബ്ദിച്ചില്ല. പകരം അവന് വേണ്ടി സംസാരിച്ചത് മുഴുവൻ ശിവസാറാണ്. അപ്പോഴത്തെ മനോവിഷമത്തിലാണ് ആനന്ദിയോട് അങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞിട്ടും പ്രിൻസിപ്പാൾ അതൊന്നും അംഗീകരിച്ചില്ല. സ്ത്രീകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫിനോട് ഒരു വിദ്യാർത്ഥി മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണുകെ തിരുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. സോ ശ്രീറാം തൻ്റെ ബാച്ചിൻ്റെ മുന്നിൽ വെച്ച് ആനന്ദിയോട് മാപ്പ് പറയണം. അതാണ് എൻ്റെ തീരുമാനം, പ്രിൻസിപ്പൽ തീർത്തു പറഞ്ഞു. ഞാൻ പറയാം സാർ. ഇനി ഈ പെണ്ണിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണോ? അങ്ങനെയും ചെയ്യാം. പ്രിൻസിപ്പാൾ പറഞ്ഞു നിർത്തിയതും ശ്രീറാം തൻ്റെ മനസ്സിലെ വിഷമം മുഴുവൻ പുറത്തു കാണിച്ചു. വെരി ഗുഡ്, പ്രിൻസിപ്പൽ സന്തോഷത്തോടെ പറഞ്ഞു. 3-ാം നിലയിലെ ക്ലാസ്സിലായി പ്രിൻസിപ്പാളും ആനന്ദിയും ശിവസാറും വന്നെത്തിയപ്പോൾ ക്ലാസ്സിലുള്ള ആർക്കും എന്താണ് കാര്യമെന്ന് പിടികിട്ടിയില്ല. ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആനന്ദി എന്ന പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതിനാൽ നിങ്ങൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ ആനന്ദിയോട് മാപ്പ് പറയുന്നു. മാപ്പ്. എല്ലാവരും കേൾക്കെ. റാം ആനന്ദിയോട് മാപ്പ് പറഞ്ഞു. വെട്രിയും രേഷ്മയും കാര്യം എന്താണെന്ന് പിടികിട്ടാത്ത രീതിയിൽ അതിശയത്തോടെ പരസ്പരം നോക്കി. പ്രിൻസിപ്പാളും ആനന്ദിയും ക്ലാസ്സിൽ നിന്നും പോയതും ക്ലാസ്സിലുള്ളവരെല്ലാം റാമിനോട് കാര്യം അന്വേഷിക്കാൻ തുടങ്ങി. റാമിനെ തൽക്കാലം വെറുതെ വിട്ടേക്കൂ. ചെറിയ പ്രശ്നമാണ്, അല്ലാതെ വലുതായ ഒന്നുമില്ല. ശിവസാർ അത് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാനുള്ള മൂഡ് പോയതിനാൽ ലൈറ്റ് ഓഫാക്കി പ്രൊജക്ടറിലായി കളർ ഓഫ് പാരഡൈസ് എന്ന ഫിലിമിട്ടു. 3. ഉച്ചയ്ക്ക് അമ്മ ഉണവകത്തിലായി ക്യൂ നിൽക്കുമ്പോൾ രേഷ്മയും വെട്രിയും തൊട്ടപ്പുറത്ത് സിമൻറ്റ് ബെഞ്ചിലിരുന്ന് തൈര് സാദം കഴിക്കുന്ന ആനന്ദിയെ രൂക്ഷമായി നോക്കി. റാം ഒന്നും മിണ്ടാതെ അവർക്കൊപ്പം ക്യൂവിൽ നിൽപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ മൂവരും തമ്മിൽ ഒന്നും തന്നെ സംസാരിച്ചില്ല. വെട്രിയും രേഷ്മയും ഇടയ്ക്കിടെ റാമിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഉന്തിയിടുകയല്ല, അവളുടെ കാരണം പുകച്ചു ഒരടിയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. നുങ്കമ്പാക്കത്ത് തെരുവിലൂടെ തിരികെ നടക്കുമ്പോൾ രേഷ്മ പറഞ്ഞു. പോട്ടെ, ഞാനത് വിട്ടു. റാം ശാന്തനായി പറഞ്ഞു. എടാ, നിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? നിനക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ അറിയില്ല. ഒരുമാതിരി നിഷ്കളങ്കൻ സ്റ്റൈൽ. ഇല്ലേൽ ട്രെയിനിൽ നടക്കുന്ന ഹിജടകളൊക്കെ നിന്റെ ഷർട്ട് വലിച്ചു കീറുമോ? പിന്നെ ആനന്ദി, നീ ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. അവൾക്കിട്ടുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം, വെട്രി ആവേശത്തോടെ പറഞ്ഞു. രേഷ്മയും അത് ശരിവെച്ചു. എൻ്റെ പൊന്നു മച്ച, ഒന്നും വേണ്ട. ഈ പ്രശ്നം ഇതോടെ തീർന്നു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ എന്നെ വലിച്ചിടല്ലേ. അത് പറഞ്ഞിട്ട് റാം മുൻപേ നടന്നുപോയി. വെട്രിയും രേഷ്മയും നിരാശയോടെ പരസ്പരം നോക്കി. ലഞ്ച് ബ്രേക്ക് കഴിയുന്നതിന് മുന്നേ 3 പേരും കോളേജിലേക്ക് കയറാൻ തുടങ്ങുന്ന നേരത്താണ് ആനന്ദി കോളേജിന് മുന്നിലെ തണൽ മരത്തിന് ചുവട്ടിലായി നിൽക്കുന്നത് കണ്ടത്. മിസ്റ്റർ ശ്രീറാം, ഒന്നിങ്ങി വരാമോ? അവൾ വിളിച്ചു. അവൻ വെട്രിയെയും രേഷ്മയെയും ഒന്ന് നോക്കി. ചെല്ലാൻ അവർ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. റാം സാവധാനത്തിൽ അവൾക്കരികിലേക്ക് നടന്നു ചെന്നു. ഒന്നെൻ്റെ കൂടെ വരാമോ? എന്തിന്? പ്ലീസ്, ഒന്ന് വേഗം വരൂ. ബ്രേക്ക് ടൈം കഴിയാറായി. അത് പറഞ്ഞിട്ട് അവൾ മുന്നേ നടന്നു. ഡേ റാം, വെട്രി പിന്നിൽ നിന്നും വിളിച്ചു. കൈകൊണ്ട് ഇപ്പോൾ വരാം എന്ന് ആംഗ്യം കാണിച്ചതിന് ശേഷം അവൻ അവളുടെ പിന്നാലെ നടന്നു ചെന്നു. വെട്രിയുടെയും രേഷ്മയുടെയും നോട്ടം കിട്ടാത്ത മറ്റൊരു റോഡിലേക്ക് കയറിയതും ആനന്ദി പെട്ടെന്ന് നിന്നു. റാം അവളുടെ ഉദ്ദേശം മനസ്സിലാവാതെ അവളുടെ സമീപം നടത്തം അവസാനിപ്പിച്ചു. ശ്രീറാമിന് നമ്മുടെ കോളേജ് മുഴുവൻ ക്യാമറകൾ ഉണ്ടെന്നറിയാമല്ലോ. അറിയാം. ഓക്കെ, ക്ലാസ്സിൽ മാപ്പ് പറയിച്ചതൊക്കെ പ്രിൻസിപ്പൽ ക്യാമറയിൽ കൂടി എല്ലാം കണ്ടതുകൊണ്ടാണ്. അതിൽ എനിക്ക് യാതൊരുവിധ പങ്കുമില്ല. അത് പറഞ്ഞിട്ട് ആനന്ദി ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കി. എന്നിട്ട് റാമിൻ്റെ മുഖത്ത് പടക്കം പൊട്ടുന്നത് പോലെ ഒരടി കൊടുത്തു. ഇത് എൻ്റെ ശരീരം നോവിച്ചതിനും എൻ്റെ അപ്പായ്ക്ക് വിളിച്ചതിനുമുള്ളതാണ്. അപ്രതീക്ഷിതമായി കിട്ടിയ ഒരടിയായതിനാൽ റാം ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അപ്പോഴേക്കും ശിവസാർ ഹോട്ടലിൽ നിന്നും ഭക്ഷണവും കഴിച്ച് ആ വഴിയിലേക്ക് കയറി വന്നു. എന്താ രണ്ടാളും ഇവിടെ? റാമിനെയും ആനന്ദിയെയും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കണ്ടതും അയാൾ ചോദിച്ചു. നത്തിങ് സാർ, ഞാൻ റാമുമായുള്ള പിണക്കം പറഞ്ഞു തീർക്കുമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കം ഓൺ, ബ്രേക്ക് ടൈം കഴിയാറായി. ശിവസാർ അത് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. ആനന്ദി റാമിനെ ഒന്ന് നോക്കി, പിന്നെ അയാളുടെ ഒപ്പം കയറി നടന്നു. പക്ഷേ റാം തൻ്റെ മുഖത്ത് തരിപ്പുമായി നിന്നിടത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. 6. എന്താണ് അവൾ പറഞ്ഞത്? വൈകിട്ട് വരെ ക്ലാസ്സിൽ ഒന്നും മിണ്ടാതെ ഇരുന്നതിനാൽ കോളേജ് വിട്ട് ഗിണ്ടിയിലേക്ക് ബൈക്കിൽ പോരുമ്പോൾ വെട്രി റാമിനോട് ചോദിച്ചു. ഒന്നുമില്ലടാ. ഓഹോ,
അപ്പോൾ നീ അവളുടെ ടീമിൽ ചേർന്നല്ലേ മച്ചാ? ഞാൻ ആരുടെയും ടീമിൽ ചേർന്നിട്ടില്ല, റാം ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു. പിന്നെ കുറച്ചു നിമിഷം അവർക്കിടയിൽ നിശബ്ദതയായിരുന്നു. തിരക്കിനിടയിലൂടെ വെട്രി അതീവ ശ്രദ്ധയിൽ ബൈക്ക് ഓടിച്ചു. വെട്രി, ഞാനൊരു കാര്യം പറഞ്ഞാൽ രേഷ്മ പോലും അറിയില്ലെന്ന് വാക്ക് തരാമോ? പെട്ടെന്ന് വെട്രി ബൈക്ക് റോഡരികിൽ ഒതുക്കി നിർത്തി. എന്താ കാര്യം? റാം മറുപടിയൊന്നും പറയാതെ റോഡിലേക്ക് നോക്കിയിരുന്നു. ഞാൻ ആരോടും പറയില്ല. എന്താ കാര്യം? പുറത്തിറഞ്ഞാൽ നാണക്കേടാ മച്ചാ. എങ്കിലും നിന്നോട് പറയാതെ വയ്യ. ആനന്ദി എന്നെ തല്ലി. തല്ലിയെന്നോ? വെട്രി ആകാംക്ഷയോടെ ചോദിച്ചു. റാം പഴയതുപോലെ തന്നെ റോഡിലേക്ക് നോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് വെട്രി ശ്രദ്ധിച്ചു. അയ്യേ, നിനക്ക് നാണമില്ലേടാ കണ്ട പെണ്ണുങ്ങളുടെ അടിയും കൊണ്ടിട്ടിരുന്നു മോങ്ങാൻ? അതിനും റാം ഒന്നും പ്രതികരിക്കാതെ വന്നപ്പോൾ വെട്രി ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് റാമിനെ പിടിച്ചിറക്കി. അരികിലായി കണ്ട ഒരു ചെറിയ ടീ ഷോപ്പിലേക്ക് വെട്രി അവനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഓരോ ഹോർലിക്സ് മിൽക്ക് പറഞ്ഞു. പോട്ടെ, സാരമില്ല. എന്തായാലും നീ തിരിച്ചടിക്കാതിരുന്നത് നന്നായി. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നേനെ. ജയലളിത CM ആയതിനു ശേഷം പെണ്ണുങ്ങൾക്ക് തമിഴ്നാട്ടിലൊരു പ്രത്യേക പവറാണ്. അവർ പറയുന്നതേ ജനം കേൾക്കൂ. പോരാത്തതിന് എന്തിനും ഏതിനും പോന്നവളവൾ. ചിലപ്പോൾ നീ കയറി പിടിച്ചു എന്നുവരെ പറഞ്ഞു കളയും. ഏതായാലും നീ വിഷമിക്കേണ്ട മച്ച, അവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം. ഭാഗ്യത്തിന് നിന്നെ തല്ലിയത് വേറെ ആരും കണ്ടില്ലല്ലോ. വെട്രി തൻ്റെ വിഷമം ശമിപ്പിക്കാൻ തൻ്റെ നിസ്സഹായതയെ ന്യായീകരിക്കുകയാണോ എന്ന് ഒരു നിമിഷം റാമിന് തോന്നിപ്പോയി. ആരും കണ്ടില്ലേലും എനിക്കും എന്നോട് തന്നെ എന്തോ ഭയങ്കരമായ നാണക്കേട് തോന്നുവാടാ. ഈ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ, അതൊക്കെ പോയതുപോലെ ഒരു ഫീൽ. അവൾക്ക് മുന്നിൽ ഞാൻ ഒരുപാട് ചെറുതായി പോയതുപോലെ. എനിക്കിങ്ങനെ ഒരു അനുഭവം ലൈഫിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലടാ. റാമേ, നീ ഭയങ്കര പാവമാണ്. അതാണ് നീ ചിലയിടങ്ങളിൽ പകച്ചു നിൽക്കുന്നത്. ഈ നാട്ടിൽ അങ്ങനെ പകച്ചു നിന്നാൽ ആളുകൾ നെഞ്ചത്ത് കയറി നിരങ്ങിയിട്ടങ്ങ് പോകും. ഡാന്ന് വിളിച്ചാൽ എന്താടാന്ന് ഉറച്ച ശബ്ദത്തിൽ തിരിച്ചു ചോദിക്കാൻ ധൈര്യമില്ലേൽ അവിടെ നമ്മൾ തോറ്റു. പിന്നെ ആരും നമുക്കോ നമ്മുടെ വാക്കുകൾക്കോ വില തരില്ല. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ആളുകളുടെയും ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയാണ് മച്ചാ. നീ നിൻ്റെ ആ പാവത്താൻ കേരള സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് തമിഴ്നാട് മോഡ് ആക്ടിവേറ്റ് ചെയ്യൂ. അപ്പോൾ എല്ലാം റെഡിയാകും. ഡേയ് ചുണ്ണി. അപ്പോൾ മുന്നിലൂടെ ബാഗും തൂക്കി നടന്നുപോയ ഒരു സ്കൂൾ പയ്യനെ വെട്രി ഗാംഭീര്യത്തിൽ വിളിച്ചു. എന്നടാ വെണ്ണേ? അവൻ തിരിച്ചു നിന്ന് ചോദിച്ചു. ഒന്നുമില്ല, ചുമ്മാ ഒരു എക്സാമ്പിൾ കാണിച്ചതാ. പാത്ത് പോ തമ്പി. ആ പയ്യൻ വെട്രിയെ എന്തോ മുഴുത്ത തെറിയും പറഞ്ഞുകൊണ്ട് നടന്നുപോയി. കണ്ടോ, ആ ചെറിയ പയ്യന് പോലും അറിയാം ഈ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണമെന്ന്. ഇത് നിൻ്റെ കേരളമല്ല റാം, ഇത് തമിഴ്നാടാണ്. ഈ നാടിൻ്റെ ടോൺ തന്നെ ഇങ്ങനെയാണ്. സോ നീ മാറിയേ പറ്റുള്ളൂ, വെട്രി പറഞ്ഞു. ആ സമയത്ത് ചായ വാങ്ങി തിരിഞ്ഞ ആജാനുബാഹുവായ മനുഷ്യൻ റാമിൻ്റെ ദേഹത്ത് തട്ടി. ഏയ്, എന്നടാ കണ്ണ് തെരിയാതാ? റാം ഉള്ളിൽ പൊന്തി വന്ന സകല ദേഷ്യവും പുറത്തെടുത്തുകൊണ്ട് ചോദിച്ചു. സോറി ബോസ്, സോറി. അയാൾ ഭവ്യതയോടെ ഒഴിഞ്ഞുമാറി. ദാറ്റ്സ് മൈ ബോയ്, വെട്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, അവൾക്കിട്ട് പണി കൊടുക്കാൻ നീയും രേഷ്മയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ഞാനുമുണ്ട് നിങ്ങൾക്കൊപ്പം. നീ പറഞ്ഞതുപോലെ അവൾ സാധാരണ പെണ്ണല്ല, അഹങ്കാരം മൂത്ത ഒരു മൂദേവിയാ. ഒരടി കൊണ്ട് തീർക്കാൻ പാടില്ല. അവളെ ഇഞ്ചിഞ്ചായി നമുക്ക് ദ്രോഹിക്കണം. റാം അത് പറഞ്ഞപ്പോൾ വെട്രിയുടെ മുഖമൊന്ന് തുടുത്തു. അന്ന് തിരികെ ഫ്ലാറ്റിലെത്തിയ റാം അധികമായി ഒന്നും സംസാരിച്ചില്ല. പിറ്റേന്ന് ശനിയാഴ്ച ആയതിനാൽ പാട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് വെട്രിയോട് പറഞ്ഞതിന് ശേഷമാണ് അവൻ തിരികെ അയ്യപ്പൻ താങ്കലിലേക്ക് പോകുന്നത്. രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും റാമിന് ഉറക്കം വന്നില്ല. ആനന്ദി അവനെ വിളിച്ചുകൊണ്ട് പോയതിനു ശേഷമുള്ള ഓരോ മില്ലി സെക്കൻഡും വീണ്ടും വീണ്ടും അവൻ ഓർത്തെടുത്തു. അതോടൊപ്പം ആ ഹിജറയുടെ മഞ്ഞളിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഗന്ധം അപ്പോഴും തൻ്റെ ശ്വാസകോശത്തിനുള്ളിൽ തങ്ങി നിൽക്കുന്നതായി അവന് തോന്നി. പലതരത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവന് ഉറക്കം വന്നില്ല. ഒടുവിൽ ഉറക്കം വരും വരെ അവൻ ബാൽക്കണിയിൽ ഉലാത്തുകയും നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ചില പുസ്തകങ്ങൾ വായിച്ചു നോക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. പിറ്റേന്ന് കിരണിനും റാമിനും കോളേജിൽ പോകേണ്ടാത്തതിനാൽ അലാറം വച്ചിരുന്നില്ല. 8 മണിയൊക്കെ ആയപ്പോഴേക്കും റാം ഞെട്ടി എഴുന്നേറ്റു. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ പാട്ടിയുടെ വീട്ടിൽ പോവുകയാണ്. അവിടെ ചെറിയ പരിപാടിയുണ്ടെന്ന് ബിനീഷേട്ടന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിന് ശേഷം സുഖമായി ഉറങ്ങിക്കൊണ്ടിരുന്ന കിരണിനിട്ട് ഒരു കിഴുക്ക് കൊടുത്തു. ഡാ കുരുപ്പേ, എണീക്കടാ, എണീറ്റ് കോളേജിൽ പോടാ. കിരൺ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് റിലേ വീണപ്പോൾ റാമിനെ കണ്ണും വീഴ്ച നോക്കി. എന്തുവാ രാമണ്ണ, ഇന്ന് കോളേജില്ല? ചുമ്മാ രാവിലെ തന്നെ ചൊറിയാതെ. അയ്യയ്യോ, അണ്ണൻ അറിഞ്ഞില്ല മോനെ, സോറി ട്ടോ. മോൻ ഉറങ്ങിക്കോ. അവനെ ശല്യം ചെയ്ത ആത്മസംതൃപ്തിയോടെ റാം ഫ്രഷ് ആവാനായി ചാടി എഴുന്നേറ്റു. കേരള മൂഡ് ഓഫ്, തമിഴ്നാട് മൂഡ് ഓൺ, അവൻ കണ്ണാടിയിൽ നോക്കി തന്നോട് തന്നെ പറഞ്ഞു. ഗിണ്ടിയിലേക്കുള്ള വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ അവൻ വെട്രിയെ വിളിച്ചു. രേഷ്മ വന്നോ? അവൾ എപ്പോഴേ എത്തി? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവൾ ഹൈപ്പർ ആക്റ്റീവാണ് മുച്ച. അത് നന്നായി, ഞാൻ ദേ എത്തിപ്പോയി. അത് പറഞ്ഞിട്ട് റാം കോൾ കട്ടാക്കി. ഗിണ്ടിയിൽ ഇറങ്ങി വെട്രിയെ വിളിച്ചപ്പോൾ വെട്രി ബൈക്കുമായി വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി.
2. പാട്ടിയുടെ വീടിൻ്റെ ഗേറ്റിൽ വണ്ടി നിന്നപ്പോൾ റാം ബൈക്കിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറന്നു കൊടുത്തു. എന്നിട്ട് ഗേറ്റിന് മുന്നിൽ ആനന്ദി വരച്ചിട്ടിരിക്കുന്ന കോലത്തിൽ ചവിട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. കാർ ഷെഡിൽ ആനന്ദിയുടെ വണ്ടി കാണാതിരുന്നപ്പോൾ അവൻ 2ാം നിലയിലെ അവളുടെ മുറിയിലേക്ക് നോക്കി. റൂം പൂട്ടിക്കിടക്കുകയായിരുന്നു. റാം പയ്യ, നീ വന്നോ? വാ, ഞാൻ നല്ല സൂപ്പർ കേസരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവനെ കണ്ടതും മുറ്റത്തെ റോസാച്ചെടികൾ നനച്ചുകൊണ്ടിരുന്ന പാട്ടി സാരിത്തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. കഴിച്ചിട്ട് വേഗം മുകളിലേക്ക് വാടാ. അത് പറഞ്ഞിട്ട് വെട്രി മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. രേഷ്മ മുകളിലത്തെ നിലയിലെ കൈവരിയിൽ നിന്നുകൊണ്ട് റാമിനെ തള്ളവിരൽ ഉയർത്തിക്കാട്ടി. റാം അവളെ നോക്കി ഒന്ന് കണ്ണ് ഇറുക്കിയടച്ചു. പാട്ടിയുടെ വക കേസരി കഴിച്ചതിന് ശേഷം മുകളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് റാം പടികൾ കയറി 2ാം നിലയിലേക്ക് പോയി. സാമാന്യം വലിപ്പമുള്ള ഒരു മുറിയായിരുന്നു വെട്രിയുടേത്. റൂമിലായി ഒരു ഡബിൾ കോട്ട് കട്ടിലും ഒരു തടിമേശയും വലിപ്പമുള്ള ഒരു അലമാരയും ഉണ്ടായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം കാണാതിരുന്നപ്പോൾ താഴെയുള്ളത് കോമൺ ബാത്റൂം ആയിരിക്കുമെന്ന് റാം ഊഹിച്ചു. പറയ്, എന്താ പ്ലാൻ? അവൻ വെട്രിയുടെയും രേഷ്മയുടെയും ഒപ്പം കട്ടിലേക്ക് കയറിയിരുന്നോട് ചോദിച്ചു. അവൾ 12 മണിക്ക് തിരികെ വരുമെന്നും പറഞ്ഞാൽ രാവിലെ ഇറങ്ങിപ്പോയത്. അത് കൃത്യമായിരിക്കും, സമയനിഷ്ഠയുള്ളവളാ, വെട്രി പറഞ്ഞു. അവളെ പുകഴ്ത്താനല്ല നമ്മളിവിടെ കൂടിയേക്കുന്നത്, രേഷ്മ അനിഷ്ടത്തോടെ പ്രതികരിച്ചു. ഓക്കെ, അവൾ 12 മണിക്ക് വന്നാൽ നേരെ കുളിക്കാൻ കയറും. അതും അയയിൽ കിടക്കുന്ന ആ ടവലും കൊണ്ട്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ടവൽ വെച്ച് എന്ത് കാണിക്കാനാ? റാം സംശയത്തോടെ ചോദിച്ചു. ദാ ഇത് കണ്ടോ, സെന്തട്ടി ചെടി ഉണങ്ങിയ പൊടിയാണ്, രേഷ്മ ഒരു ചെറിയ ലോഹ ടിൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. സെന്തട്ടിയോ? അതെന്തിനാ ഉപയോഗിക്കുന്നത്? അതൊക്കെ റാം കണ്ടറിഞ്ഞാൽ മതി. രേഷ്മ അതും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. എന്നിട്ട് പാട്ടി കാണാതെ അയൽ കിടന്നിരുന്ന മെറൂൺ കളർ ടവലിലേക്ക് ആ പൊടി കുടഞ്ഞിട്ടുകൊണ്ട് നന്നായി തേച്ച് പിടിപ്പിച്ചു. ശേഷം ഒന്നും അറിയാത്തതുപോലെ മൂളിപ്പാട്ടും പാടി മുകളിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും സമയം 11 കഴിഞ്ഞിരുന്നു. റാമും വെട്രിയും രേഷ്മയും ആനന്ദി വരുവാനായി 2ാം നിലയിലുള്ള കൈവരിയിലായി കാത്തിരുന്നു. ഉച്ചയ്ക്കത്തേക്കുള്ള പാചകത്തിനിടയിൽ പാട്ടി അവർക്ക് 3 പേർക്കും ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ലക്ഷ്യം മറ്റൊന്നായതിനാൽ രേഷ്മ അടുക്കളയിലേക്ക് എത്തി നോക്കാൻ പോലും പോയില്ല. സമയം വീണ്ടും കടന്നുപോയി. തെരുവിൽ നിന്നും ആനന്ദിയുടെ സ്കൂട്ടർ ഗേറ്റിനരികിലേക്ക് കടന്നു വരുന്നത് കണ്ടതും കൈവരിയിൽ നിന്നിരുന്ന 3 ആളും മുറിക്കകത്തേക്ക് ഓടിക്കയറി. അവൾ സ്കൂട്ടർ അകത്തേക്ക് ഓടിച്ചു കയറ്റി സ്റ്റാൻഡിൽ വയ്ക്കുന്നത് മുതൽ മുകളിലേക്കുള്ള പടികൾ കയറി മുറി തുറന്ന് തിരികെ കുളിക്കാനായി ഇറങ്ങുന്നത് വരെയുള്ള ശബ്ദങ്ങൾ അവർ 3 ആളും കൂടി വെട്രിയുടെ മുറിയുടെ വാതിലിനരികിൽ നിന്നുകൊണ്ട് ശ്രദ്ധയോടെ ശ്രവിച്ചു. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞതും രേഷ്മ മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ചുമ്മാ ഒന്ന് വരാന്ത വരെ നടന്നിട്ട് തിരികെ മുറിയിലേക്ക് ഓടിക്കയറി. കേറി മക്കളെ, കേറി. അവൾ കുളിക്കാൻ കയറി. യാഹൂ, അവൾ തീവ്രമായ സന്തോഷത്തോടെ പറഞ്ഞു. എന്നിട്ട് തുള്ളിച്ചാടിപ്പോയി വെട്രിയുടെ 5.1 ഹോം തിയേറ്ററിൽ ഒരു അടിപൊളി പാട്ടിട്ട് തുള്ളുവാൻ ആരംഭിച്ചു. അടുക്കളയിൽ പാചകം അവസാന ഘട്ടത്തിലായിരുന്ന പാട്ടി മുകളിൽ നിന്നുള്ള പാട്ട് കേട്ടുകൊണ്ട് കാലുകൊണ്ട് താളം പിടിച്ചു. ശേഷം പാചകം ചെയ്തുകൊണ്ടിരുന്ന തേങ്ങാപ്പാലൊഴിച്ച് ചിക്കൻ കറിയുടെ ഉപ്പ് നോക്കി സ്റ്റൗ ഓഫാക്കി അത് മൂടി വച്ചിട്ട് പാട്ടിന് താളം പിടിച്ചുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള പടികൾ കയറി ചെന്നു. അവർ വെട്രിയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ വെട്രിയും രേഷ്മയും കൂടി തുള്ളി തകർക്കുകയായിരുന്നു. റാം അതൊക്കെ നോക്കി സമീപത്തെ കസേരയിൽ ചിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. പാട്ടിയും അവർക്കൊപ്പം നൃത്തം ചെയ്യാൻ കൂടി. ആ പ്രായത്തിലും പാട്ടിയുടെ ആവേശം കണ്ട് റാമിനും ഉത്സാഹമായി. അവനും അവർക്കൊപ്പം തുള്ളിക്കളിക്കാൻ ചേർന്നു. വെട്രിയും പാട്ടിയും ജോഡികളെ പോലെ തകർത്താടി. രേഷ്മ പാട്ടിൻ്റെ ശബ്ദം വീണ്ടും കൂട്ടിവെച്ചു. 4 ആളും കൂടി തട്ടുപൊൾപ്പൻ തമിഴ് പാട്ടുകൾക്ക് ഓരോ ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ട് ചുവടുകൾ വെച്ചുകൊണ്ടിരുന്നു. നിർത്താൻ. ഹോം തിയേറ്റർ സ്പീക്കറിനേക്കാൾ ഉയർന്ന ശബ്ദം വെളിയിൽ നിന്നും കേട്ടിട്ട് പാട്ടിയും പിള്ളേരും തിരിഞ്ഞു നോക്കി. അയ്യോ ആനന്ദി മോളെ, നിനക്കിതെന്തു പറ്റി? ദേഹമാസകലം ചൊറിഞ്ഞു തടിച്ച അവളുടെ കോലം കണ്ട് പാട്ടി മുറിയുടെ വാതിൽക്കലേക്ക് പാഞ്ഞു വന്നു. ഹോം തിയേറ്ററിൽ അപ്പോഴേക്കും പാട്ട് ഉച്ചത്തിൽ പ്ലേ ആയിക്കൊണ്ടിരുന്നു. വെട്രിയും റാമും രേഷ്മയും ആനന്ദിയുടെ കോലം കണ്ട് പരസ്പരം നോക്കി ആർത്തു ചിരിച്ചു. ഇതാരാ ചെയ്തേ? ആനന്ദി ഇരമ്പി വന്ന രോഷം പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. സ്വന്തം പെങ്ങൾക്കിട്ട് പണി കൊടുക്കുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നായിരുന്നതിനാൽ വെട്രി കണ്ണുകൊണ്ട് രേഷ്മയെ കാണിച്ചു കൊടുത്തു. രേഷ്മ കൃത്യമായി അത് കാണുകയും ചെയ്തു. എടാ മഹാഭാബി! രേഷ്മ അങ്ങനെ നീട്ടി വിളിച്ചതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ ആനന്ദി അകത്തേക്ക് ഓടിച്ചെന്ന് തൻ്റെ ടവൽ രേഷ്മയുടെ മുഖത്ത് അമർത്തി തേച്ചു. പാട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായതുമില്ല. തനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയ രേഷ്മ നിന്ന് മൂങ്ങി. ഞാനല്ല, അവന്മാരുടെ മോന്തയ്ക്കും കൂടി അത് തേക്കടി മൂദേവി, രേഷ്മ മോങ്ങിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും പണി കിട്ടിയ രീതിയിൽ വെട്രിയും റാമും മുറിയുടെ മൂലയിലേക്ക് നീങ്ങി. ആനന്ദി വേണ്ട. രേഷ്മയിൽ നിന്നും തങ്ങളിലേക്ക് തിരിഞ്ഞ ആനന്ദിയെ കണ്ടതും വെട്രി പറഞ്ഞു. ആനന്ദി തൻ്റെ ശരീരത്തിലെ ചൊറിച്ചിൽ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ടവലുമായി അവന്മാരുടെ നേർക്ക് ചെന്നു. ആ സമയത്ത് രേഷ്മയ്ക്കും മുഖം ചൊറിഞ്ഞു തുടങ്ങിയിരുന്നു. വെട്രിയും റാമും ചേർന്ന് ആനന്ദിയെ പിടിച്ച് കട്ടിലിലേക്ക് തള്ളിയിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. ആ സാധനം ഇനി മിച്ചമുണ്ടോ? രേഷ്മയെ നോക്കി കട്ടിലിൽ വീണ പടി കിടന്നുകൊണ്ട് ആനന്ദി ചോദിച്ചു. ടേബിളിൽ ഒരു ഭാഗത്തായി ഇരുന്ന ബാക്കി സെന്തട്ടിപ്പൊടിയുടെ ടിൻ രേഷ്മ ആനന്ദിക്ക് എറിഞ്ഞു കൊടുത്തു.
അത് കയ്യിൽ കിട്ടിയതും വെട്രിക്കും റാമിനും പിന്നാലെ ആനന്ദി സെന്തട്ടിപ്പൊടിയുമായി പുറത്തേക്ക് ഓടി. ഒരു സീൻ കാണാൻ പോകുന്നത് പോലെ രേഷ്മയും കൈവരിയിലേക്ക് ഓടിപ്പോയി. പാട്ടിക്ക് അവിടെ നടക്കുന്നതൊക്കെ തമാശയാണോ അതോ കാര്യത്തിലാണോ എന്ന് മനസ്സിലായില്ല. നിനക്കൊക്കെ പ്രാന്തായ പിള്ളാരെ. പാട്ടിയും രേഷ്മയും കൈവരിയിലേക്ക് പോയി നിന്നിട്ട് താഴേക്ക് നോക്കി. ആനന്ദി, നമുക്ക് പറഞ്ഞു തീർക്കാം. കാർ ഷെഡിൽ ഓടിക്കയറിയ വെട്രി അവളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ നേരത്ത് റാം ഓടി പുറത്തെ ബാത്റൂമിൽ കയറി വാതിലടച്ചിരുന്നു. എൻ്റെ പത്മിനിക്ക് വല്ല പോറലും വീണാൽ രണ്ടിനെ ഞാൻ ശരിയാക്കും. ആനന്ദിയെ വെട്ടിച്ച് പത്മിനിയുടെ ചുറ്റും ഓടുന്ന വെട്രിയെ നോക്കി പാട്ടി മുകളിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടാതെ അവൻ്റെ മോന്തയ്ക്ക് തേക്കിടി. രേഷ്മ മുകളിൽ നിന്ന് ഉറക്കെ അലറി വിളിച്ചു. ഒച്ചയും ബഹളവുമൊക്കെ കേട്ട് രണ്ടാം നിലയ്ക്ക് സമാന്തരമായി നിൽക്കുന്ന ആര്യവേപ്പിൻ്റെ ചില്ലയിൽ തൂങ്ങിക്കിടക്കുന്ന ആ തേനീച്ചക്കൂട് പതിയെ ഇളകി തുടങ്ങിയിരുന്നു. എടി കുമ്മണം മുഞ്ചി, ആ ടിന്ന് തുറന്നവൻ്റെ മോന്തയ്ക്കറിയാൻ. രേഷ്മയുടെ ആ അലറി വിളി കൂടിയായപ്പോൾ അതിനൊരു തീരുമാനമായി. തൊട്ടടുത്ത നിമിഷത്തിൽ അന്തരീക്ഷത്തിലാകെ തേനീച്ചകൾ വ്യാപിച്ചു. കടവുളെ. പാട്ടി ഞെട്ടലോടെ നെഞ്ചിൽ കൈവച്ചിട്ട് കൈവരിയിൽ നിന്നും ജീവനും കൊണ്ടോടി വെട്രിയുടെ മുറിയിൽ കയറി വാതിലടച്ചു. വരട്ട തള്ളേ, എന്നെയും കൂടി അകത്ത് കയറ്റടി. അവർക്ക് പിന്നാലെ ഓടിയെത്തിയ രേഷ്മ മുറിയുടെ വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചു. തൊട്ടടുത്ത നിമിഷത്തിൽ പാട്ടി വേഗത്തിൽ വാതിൽ തുറന്ന് അവളെ അകത്തേക്ക് വലിച്ചിട്ടു. പക്ഷേ അപ്പോഴേക്കും അവൾക്കൊപ്പം മുറിയിലേക്ക് കുറേ വൻ തേനീച്ചകളും കടന്നെത്തിയിരുന്നു. തേനീച്ചക്കൂട് ഇളകിയത് കണ്ട് താഴെ നിന്നിരുന്ന ആനന്ദിയും വെട്രിയും ഒരുപോലെ പകച്ചുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ ഇരുവരും താഴത്തെ നിലയിലേക്ക് ഓടിക്കയറാൻ നോക്കിയപ്പോൾ പാട്ടി വാതിലെല്ലാം പൂട്ടിയതിനു ശേഷമാണ് മുകളിലേക്ക് പോയതെന്ന സത്യം ഒരു ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു. ഡാ റാമേ, പണി പാളി, പെട്ടെന്ന് വാതിൽ തുറക്കടാ. വെട്രി കൂവിക്കൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി ഓടി. ആനന്ദിയും വെട്രിയുടെ പിന്നാലെ ബാത്റൂമിലേക്ക് ഓടി. നീയൊക്കെ എന്ത് അടവ് കാണിച്ചാലും ഞാൻ തുറക്കൂലടാ, റാം അകത്തു നിന്നും വാതിൽ തള്ളിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. വെട്രിയുടെ മുറിക്കുള്ളിൽ അകപ്പെട്ടു പോയ പാട്ടിയെയും രേഷ്മയെയും തേനീച്ചകൾ ആക്രമിച്ചു തുടങ്ങിയിരുന്നു. പാട്ടിയുടെ മൂക്കിലും രേഷ്മയുടെ നെറ്റിയിലും ഓരോ കുത്തു കിട്ടി. മുറിക്കുള്ളിലുള്ള തേനീച്ചകളിൽ നിന്നും വീണ്ടും വീണ്ടും കുത്തു കിട്ടി തുടങ്ങിയപ്പോൾ ഇരുവരും വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടി. കതക് തുറന്നതും നൂറുകണക്കിന് തേനീച്ചകൾ പുറത്ത് കാത്തു നിന്നിരുന്നതുപോലെ അവരെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. ഇതേസമയം റാം ബാത്റൂമിൻ്റെ വാതിൽ തുറക്കാത്തതിനാൽ ആനന്ദിയും വെട്രിയും ഗേറ്റ് കടന്ന് റോഡ് ലക്ഷ്യമാക്കി ഓടി. ഒരു പറ്റം തേനീച്ചകൾ അവരുടെ പിന്നാലെ പറന്നു. പാട്ടി ഉൾപ്പെടെയുള്ളവരുടെ കൂവലും ബഹളവുമൊക്കെ കേട്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയ റാം അല്പം വാതിൽ തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി. ദൂരെയായി വെട്രിയും ആനന്ദിയും റോഡിലൂടെ എങ്ങോട്ടോ കാറിക്കൊണ്ട് ഓടിപ്പോകുന്നത് കണ്ടു. അവൻ സംശയത്തോടെ വാതിൽ മൊത്തമായി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പാട്ടിയും രേഷ്മയും ഒരു പറ്റം തേനീച്ചകളുമായി ഓടി വന്ന് ബാത്റൂമിലേക്ക് കയറുകയും തേനീച്ചകളും അവർക്കൊപ്പം കയറിയത് കണ്ട് അതിൽ നിന്നും വീണ്ടും ഇറങ്ങി ഓടുകയും ചെയ്തു. തേനീച്ചകൾ തന്നെയും പൊതിഞ്ഞെന്ന് മനസ്സിലാക്കിയ റാമും അലറി വിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ഓടി. അവന് തൊട്ടു പിന്നാലെ രേഷ്മയും പാട്ടിയും വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ പറയുവാനും മറക്കരുതേ. ഇനി ഈ നോവലിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിടാം.